കർത്താവിനാൽ അനുഗ്രഹമായ ഈ നല്ല പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാനായി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടെ ദൈവ പാദപീഠത്തിൽ തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്കായിരിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ ചില നിമിഷങ്ങൾ ആരാധിപ്പാനും കർത്താവൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകിയല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മരിച്ചവരും മൗനത്തിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ, ജീവനുള്ളതായ ദൈവമക്കളായി നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അതരം തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആരും പറഞ്ഞിട്ടോ ആരും പ്രോത്സാഹിപ്പിച്ചിട്ടോ ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ടല്ല, ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ദൈവം ചെറുപകാരങ്ങളെയും നന്മകളെയും ഹല്ലേലൂയ അനുഭവിക്കുമ്പോൾ നാം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വന്നത് നാം ആരാധന കാണാനല്ല, ആരാധന അനുഭവിപ്പാൻ, ദൈവത്തെ ആരാധിക്കുവാനാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ രക്ഷിച്ച, നമ്മെ വിടുവിച്ച, നമ്മുടെ ജീവിതത്തിൽ ഇന്നയോളം നമ്മെ നടത്തിയ ഒരു കർത്താവുണ്ടെന്ന് വിശ്വാസമുള്ളവരാണല്ലോ ദൈവസന്നിധിയിലായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് വളരെ ഭയഭക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം പിന്നെ നമ്മെ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചക്കാലം കൂടെ ഈ ഭൂമിയിൽ നമ്മെ ക്ഷേമത്തോടെ കർത്താവ് പരിപാലിക്കുകയുണ്ടായി. നമ്മുടെ ഏത് ആവശ്യങ്ങളുടെ നടുവിലും കർത്താവ് നമ്മെ സഹായിച്ചു. അല്ലെങ്കിൽ ഒന്നിലും പോരാത്തവനായി, ഒന്നിലും ഒരു കുറവുള്ളവനായി ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നാം പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനയ്ക്കും മറുപടി തന്ന് അല്ലെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മെ നടത്തുന്ന കർത്താവ് ഇത്രത്തോളം നമ്മെ പരിപാലിച്ചു. നമ്മുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവിന്റെ ദാസന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ ദേശത്തും വിദേശത്തുമായി ദൈവം പരിപാലിച്ച കർത്താവിന്റെ വിശ്വസ്തതകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ശാരീരിക ക്ഷീണങ്ങളിലും രോഗങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന നമ്മുടെ പല പ്രിയപ്പെട്ടവരുണ്ട്. അവരെ കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തി. പിന്നെയും അവരുടെ പൂർണ്ണ ആശ്വാസത്തിനായും ബലത്തിനുമായി ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവസരങ്ങൾ കൂടുതൽ കണ്ടെത്തിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം ആത്മാർത്ഥത കാണിച്ചാൽ, ഹല്ലേലൂയ, ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറവാണെങ്കിലും മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് അനുസരിച്ച് ദൈവം നമ്മെ സഹായിപ്പാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവവചന ധ്യാനത്തിലും പിന്നെയും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരാഴ്ചക്കാലം കൂടെ നമ്മെ ക്ഷേമത്തോടെ പരിപാലിച്ച സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും എല്ലാ മാനവും അർപ്പിക്കുമ്പോൾ ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥനയ്ക്ക് ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് വേഗത്തിൽ കൊണ്ടുവരാം. 73-ാമത്തെ സങ്കീർത്തനമാണല്ലോ ഇന്ന് പകൽ വായിപ്പാനിടയായിത്തീർന്നത്. 3-ാം പുസ്തകത്തിന്റെ ആരംഭ ഭാഗമാണ് നമുക്കിവിടെ അല്ലെങ്കിൽ വായിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സങ്കീർത്തനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവ മക്കളായ നമ്മെ സന്തോഷിപ്പിക്കുന്ന പല സങ്കീർത്തനങ്ങൾ 150 എണ്ണത്തിനകത്തുണ്ട്. ആ സങ്കീർത്തനങ്ങളിലെ പല വാക്കുകളും വാചകങ്ങളും ഒക്കെ നമ്മൾ പ്രത്യേകാല് പറഞ്ഞ് ആശ്വാസം പ്രാപിക്കുന്നവരാണ്. ഇനിയും ഒരു വാക്യം പറഞ്ഞൊരു സാക്ഷ്യം പറയാൻ ആഗ്രഹിച്ചാൽ ആ നിലയിൽ നാം ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന വേദപുസ്തകത്തിലെ ഇതര ഭാഗങ്ങളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നാം തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗം സങ്കീർത്തനത്തിൽ നിന്നാണ്. അങ്ങനെ ഇഷ്ടമുള്ള സങ്കീർത്തനങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സങ്കീർത്തനമാണ് 73-ാം സങ്കീർത്തനം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നേരിടുന്ന പല അനുഭവങ്ങളുമായിട്ടൊക്കെ ഒത്തിരി പൊരുത്തമുള്ള ഒരു സങ്കീർത്തനമാണ് ഈ 73-ാമത്തെ സങ്കീർത്തനം. ഇഷ്ടപ്പെടുവാൻ, വായിക്കാൻ താല്പര്യമില്ലാത്ത ഒത്തിരി സങ്കീർത്തനങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയോ 2 തവണയോ ഒക്കെ വായിച്ചു കഴിയുമ്പോൾ ഇത് എന്റെ അനുഭവമാണല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ഒത്തിരി അനുഭവങ്ങൾ ഈ സങ്കീർത്തനത്തിനകത്തുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം ഈ വായിച്ച സങ്കീർത്തനകത്ത് നിന്ന് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹൃദയം എന്ന വിഷയത്തെക്കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനത്തിനകത്ത് 6 പ്രാവശ്യം ഹൃദയം എന്നുള്ളതായ ഒരു പദം നമുക്ക് കാണുവാനായി കഴിയുന്നു. അതിൽ പ്രധാനമായും 5 ഭാഗങ്ങളിൽ പറയുന്ന ആ ഹൃദയത്തെക്കുറിച്ചുള്ള നമ്മുടെ ജീവിതവുമായി ആ വാക്യങ്ങൾ അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം മനുഷ്യ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു വ്യക്തിയോട് ദൈവം ചോദിക്കുന്നത്, രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു പാപിയോട് ദൈവം ചോദിക്കുന്നത് നിന്റെ ഹൃദയം എനിക്ക് താ എന്നുള്ളതാ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തിലേക്കാണ് കർത്താവ് വരുവാനായിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിലും
ഒരിക്കൽ പോലും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ആ ഒരു നിലവാരത്തിൽ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ഒടുവിലായി നാം ചിന്തിക്കുന്ന ആ രണ്ട് ചിന്തകൾ, ആ ഹൃദയത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ ചിന്താഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ വേഗത്തിൽ കൊണ്ടുപോകാം. 73-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ആദ്യമായി അതിന്റെ 26-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. എന്റെ മാംസവും എന്റെ ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ഒന്നാമത്തെ ഹൃദയത്തിന്റെ പ്രത്യേകത ക്ഷയിച്ചു പോകുന്ന ഹൃദയം. അപ്പോൾ ക്ഷയിച്ചു പോകുക എന്നുള്ളതായ പദം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ശരീരം ക്ഷയിച്ചു പോകുന്നത് പോലെ, അല്ല നമ്മുടെ ശരീരം അഴിഞ്ഞു പോകുന്നത് പോലുള്ളതായ ഒരവസ്ഥയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ക്ഷയിക്കുക എന്നുള്ളതിന് മറ്റ് ഭാഷകളിൽ കൊടുത്തിരിക്കുന്നത് പരാജയപ്പെടുക, തോറ്റുപോകുക എന്നുള്ളത് അർത്ഥമാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ ഹൃദയം പരാജയപ്പെടുന്നു, എന്റെ ഹൃദയം തോറ്റുപോകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ തന്നെ നമ്മെക്കുറിച്ച് ദൈവത്തിനും ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ചു കുഞ്ഞു മുതൽ പ്രായമുള്ളതായ പ്രിയപ്പെട്ടവർ വരെയുള്ള അവരുടെ ജീവിതം പഠിച്ചു നോക്കിയാൽ അവരുടെ ഒക്കെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ താല്പര്യം എന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഒന്നും നടക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. നാം നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് അല്ലെ നമ്മൾ പറയുന്നവരാണ്. അല്ലെ ദൈവത്തിന്റെ വചനം പറയും, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അതെന്ത് ചെയ്യും? നിവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് പറയുന്നു, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് എന്ത് ചെയ്യും? തരും. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എല്ലാം ദൈവം തരുമെന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതലിന് ഉചിതമായ നിലയിൽ ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ ഭക്തൻ പറയുന്നു, എന്റെ ഹൃദയം ക്ഷയിച്ചു പോകുന്നു, അഥവാ പരാജയപ്പെട്ടു പോകുന്നു, തോറ്റുപോകുന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മീകമായി അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ആ മുന്നോട്ടുള്ള ആ ഒരു പോക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ ആകണം എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ആ ചിന്തകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ കൈവിട്ടു പോകുന്ന ഒരു പട്ടത്തിന്റെ ഒരു അനുഭവം പോലെ പലപ്പോഴും ഒരു പരാജയം നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ഒരു പരാജയം നമ്മുടെ ജീവിതത്തെ അല്ലെ കാർന്നു പിടിക്കാറുണ്ട്, കടന്നു പിടിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉദ്ദേശിച്ചതുപോലെ പോകാൻ പറ്റുന്നില്ല, ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. നമ്മെ നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ്, മറ്റാരും നമ്മെ നിയന്ത്രിക്കാനില്ല. എങ്കിൽ കൂടെ നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. ആത്മീക ജീവിതത്തെക്കുറിച്ചും ഭൗതികമായ ലോകത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാഴ്ചപ്പാടുകൾ നമുക്കുണ്ട്. ഒരുപാട് കാഴ്ചപ്പാടുകൾ ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത് വേദപുസ്തകത്തിലും ഒക്കെ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതൊക്കെ മനസ്സിലാക്കിയിട്ടും നമ്മുടെ ഹൃദയം ക്ഷയിച്ചു പോകാനുള്ള ഒരു കാരണമെന്താ എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാനൊന്ന് ഓർപ്പിക്കാം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒരു നിമിഷം ഒന്ന് കൊണ്ടുവരാം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 17-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമമുള്ളത്. ദൈവത്തിന് സ്തോത്രം. അത് ആരാഞ്ഞറിയുന്ന മനുഷ്യൻ ആർ? അതിന്റെ 5-ാമത്തെ വാക്യം കൂടെ 17-ന്റെ 5. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്നത്. അപ്പോ ഈ പരാജയപ്പെടാൻ എന്താ കാരണം? എന്റെ ഹൃദയം ക്ഷയിച്ചു പോകുന്നു, ഞാൻ പരാജയപ്പെട്ടു പോകുന്നു എന്ന് പറയാൻ കാരണം മനുഷ്യനിൽ ആശ്രയിക്കുന്നു, ജഡത്തെ ഭുജമാക്കുന്നു. മാത്രമല്ല ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുക. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതരം കൊണ്ടല്ല, ഹൃദയം കൊണ്ട്. ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകലുമ്പോഴും അതരം കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യാൻ കഴിയും? സ്തുതിക്കാൻ കഴിയും. യഹോവ എത്ര നല്ലവനാന്ന് പറയാൻ കഴിയും. അല്ലെങ്കിൽ താങ്ക് യു ജീസസ് എന്നൊക്കെ പറഞ്ഞ്, നന്ദി കർത്താവേ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്താനൊക്കെ ഒത്തിരി കഴിയും. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷെ എന്നോട് ചോദിക്കും, അല്ലെങ്കിൽ പാസ്റ്ററെ ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നല്ലോ, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താ ഇതിങ്ങനെ രണ്ടും കൂടെ വരുന്നത്? പക്ഷേ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവവചനം തന്നെ അതിന് മറുപടി പറയുന്നു. ഈ ജനം അടുത്തു വന്ന് എന്നെ അതരം കൊണ്ട് ബഹുമാനിക്കുന്നെങ്കിലും
ഉണ്ടെങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് വളരെ വിദൂരതയിലാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹൃദയം അത് പ്രസൻസിൽ അല്ലെങ്കിൽ പ്രസന്റ് അല്ലെങ്കിലും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹൃദയത്തിന് ദൈവസന്നിധിയിൽ ഏകാഗ്രപ്പെടാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിന് എതിരായി നിൽക്കുമ്പോഴും ദൈവത്തെ ഉള്ളത്തിൽ വേണ്ടതുപോലെ ഹല്ലേലൂയ ഏറ്റുകൊള്ളാതിരിക്കുമ്പോഴും അതരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചത്, ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. പരാജയപ്പെടുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഹൃദയത്തിൽ ആരില്ല? ദൈവമില്ല. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൽ ദൈവമില്ലെങ്കിൽ വരുന്ന ചിന്തകളെല്ലാം അതിനനുസരിച്ചുള്ള ചിന്തയാ. ദൈവത്തിന് സ്തോത്രം. ദൈവാത്മാവ് നടത്തുന്നവനേവനും ദൈവമക്കളാകുന്നെങ്കിൽ, ദൈവമക്കളെ ഈ പകൽക്കാലം ഞാൻ ഈ ചിന്തകൾ ഓർപ്പിക്കുമ്പോൾ ആരുടെയെങ്കിലും ജീവിതത്തില് ഹല്ലേലൂയ എന്റെ ഹൃദയം ക്ഷയിച്ചു പോകുകയാ, ഞാൻ തോറ്റുപോകുകയാ, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകുകയാ, ഒന്നിലും എനിക്ക് ജയിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ, നാം ഒരു വൈദ്യനെ കണ്ടാൽ അഥവാ ഒരു ഡോക്ടറെ കണ്ടാൽ നമ്മുടെ രോഗത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അവർ പറയും രോഗം ഇന്നതാണ്, ആ രോഗത്തിന് കാരണം ഇന്നതാണ്, ആ രോഗത്തിന്റെ പരിഹാരത്തിന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ ഹൃദയം ക്ഷയിച്ചു പോകാനുള്ള കാരണം ഈ 3 വിഷയങ്ങളാണ്. ഒന്ന്, യഹോവയെ ആശ്രയിക്കാതെ മനുഷ്യനിൽ ആശ്രയിക്കുന്നു, ജഡത്തെ തന്റെ ഭുജമാക്കുന്നു, ഹൃദയം കൊണ്ട് യഹോവയെ എന്ത് ചെയ്യുന്നു? വിട്ടുമാറുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ വരുന്നതിന് തടസ്സമായി നിൽക്കുന്നില്ല. ഈ 3 രോഗലക്ഷണങ്ങളും ഉള്ളപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ വരാനായിട്ട് ഹല്ലേലൂയ നമുക്ക് കഴിയും. ഒരുപക്ഷെ കൈയടിക്കാൻ കഴിയും, പാടാൻ കഴിയും, പ്രാർത്ഥിപ്പാൻ കഴിയും. പക്ഷേ ഇതൊക്കെ ചെയ്താലും എപ്പോഴും മനസ്സിനെ അലയടിക്കുന്ന ഒരു ചിന്ത ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ക്ഷയിച്ചു പോകുകയാ, എന്റെ ആത്മീകം ഇന്നലകളെക്കാൾ കൂടുതൽ ഇന്ന് കുറഞ്ഞു പോകുകയാണ്, ഞാൻ പരാജയപ്പെട്ടു പോകുകയാ, ഞാൻ തോറ്റുപോകുകയാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ ഒരു കുറ്റബോധം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ഉള്ളത്തിലേക്ക് നാഥനെ ഒന്നുകൂടെ ഹല്ലേലൂയ ക്ഷണിക്കുവാൻ തക്കവണ്ണം, ആ കർത്താവിനെ ഒന്നുകൂടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ, കർത്താവെ അങ്ങല്ലാതെ ആരും എനിക്കില്ലെന്ന് അല്ലെ സങ്കീർത്തനത്തിൽ ഇവിടെ നമ്മൾ വായിച്ചല്ലോ. അല്ലെ ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് ഭക്തൻ പറഞ്ഞതുപോലെ, കർത്താവെ നീ മാത്രം മതി എന്ന് പറയാനുള്ള ആ ഒരു മനോഭാവം അതരങ്ങളിൽ നിന്നും മാത്രം ഉണ്ടായതാൽ പോരാ, ഹൃദയത്തിനകത്തുനിന്ന് വേണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്ത് ആ കർത്താവിനെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നവരായിരിക്കണം. ഹൃദയത്തിനകത്ത് ആ കർത്താവിനെ നമ്മൾ സ്വീകരിക്കുന്നവരായിരിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവ് വാസം ചെയ്യാൻ, വസിക്കാനുള്ളതായ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഹല്ലേലൂയ. നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ കർത്താവ് അവിടെ വസിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഞാൻ അവരുടെ ഇടയിൽ വസിക്കുകയും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും എന്ത് ചെയ്യും. അപ്പൊ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഞാൻ അവരുടെ ഇടയിൽ എന്ത് ചെയ്യണം? വസിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വസിക്കണമെങ്കിൽ വസിക്കാനുള്ളതായ ആ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ അതിനുവേണ്ടി സഹായിക്കട്ടെ. അല്ലെ, യഹോവയായ ദൈവം പഴയ നിയമത്തിൽ മോശയോട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഇടയിൽ വസിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എന്റെ സാന്നിധ്യം കൊണ്ട് എഴുന്നള്ളി വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കുവാൻ നിങ്ങൾ എനിക്കൊരു കൂടാരം എന്ത് ചെയ്യണം? ഉണ്ടാക്കി തരണം. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാ ദൈവം അങ്ങനെ ഒരു കൂടാരത്തെ കുറിച്ച് ആവശ്യപ്പെട്ടത്? ഈ ഒരു കൂടാരം ദൈവം അത് സൃഷ്ടിക്കാൻ പറഞ്ഞത്, അത് ഉണ്ടാക്കുവാൻ പറഞ്ഞത്, അതിന് പ്രത്യേകമായിട്ടുള്ള അതിർവരമ്പുകളൊക്കെ തിരിച്ച് ദൈവം പറയാൻ കാരണം ദൈവജനത്തിന്റെ നടുവിൽ വസിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ വസിക്കാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, വാസ്തവമായി എന്റെ ഉള്ളത്തിൽ ആ കർത്താവ് വസിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ അവനെ വിട്ടുമാറാത്ത ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ എന്റെ ജീവിതത്തിൽ കർത്താവ് വസിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ കർത്താവ് വസിക്കുന്നെങ്കിൽ ഞാൻ ക്ഷയിച്ചു പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ വായിക്കുന്നു, ഹല്ലേലൂയ, ദൈവപ്രമാണത്തിൽ നിൽക്കാഞ്ഞവരെ കുറിച്ചാണ് ദൈവവചനം പറയുന്നത്, ഞാൻ അവരെ ക്ഷയിപ്പിച്ചു, ഞാൻ അവരുടെ പ്രാണന് ക്ഷയമയച്ചു. ആ വേദഭാഗങ്ങളൊന്നും എടുത്തു വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
നമ്മൾ ദൈവത്തെ അറിഞ്ഞും സ്നേഹിച്ചും ദൈവകൃപയിൽ നിന്നാൽ നമുക്കൊരു ക്ഷയമുണ്ടാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. കുറഞ്ഞു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ഒരു നിലയിലും, ശരീരത്തിലാണെങ്കിലും ആത്മീകത്തിലാണെങ്കിലും ഭൗതിക നിലവാരത്തിലാണെങ്കിലും ഹല്ലേലൂയ, ഓരോ ദിവസങ്ങൾ കഴിയും തോറും ആത്മീക സന്തോഷത്തിലേക്ക് ഉയർന്നു വരാനല്ലാതെ ക്ഷയിച്ചു പോകാൻ ആരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ചിന്തിക്കാം. അല്ലെ, എവിടെയെങ്കിലും ക്ഷയിച്ചു പോകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഒരു കുറവ് നമ്മുടെ ആത്മീക അനുഭവങ്ങൾ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പഴയതുപോലെ പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ, ആരാധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഉപവസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, വേദപുസ്തകം വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ, ദൈവമക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ദൈവനാമത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ പറ്റുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, അങ്ങനെയുള്ള അനുഭവങ്ങളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക മാത്രം ചെയ്താൽ പോരാ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, ആ അവസ്ഥയ്ക്കൊരു മാറ്റം എന്ത് ചെയ്യണമേ, തരണമേ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പുതുക്കം നഷ്ടപ്പെട്ടു പോയെങ്കിൽ പുതുക്കാനൊരിടമുണ്ട്. അവിടേക്ക് മടങ്ങി വരണം, അവിടേക്ക് ചെല്ലണം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഒരു പുതുക്കം എനിക്ക് തരണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ കഴുകൻ തന്റെ ശരീരത്തിലുള്ളതായ തൂവലുകളെല്ലാം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ സ്വയം അത് അവസാനത്തെ തൂവലുകൾ പോകാതെ നിന്നാൽ അതിന്റെ ചുണ്ടുകൾ കൊണ്ട് അത് കൊത്തി വലിച്ചു കളയും. ഇനിയും പോകാത്ത ഏതെങ്കിലും ശരീരഭാഗത്തെ തൂവലുകൾ ശേഷിക്കുന്നെങ്കിൽ പാറയുടെ പരുക്കനായ പ്രതലങ്ങളിൽ ഉരസിയാണെങ്കിലും ആ തൂവലുകൾ കളയും. ഈ തൂവലുകളെല്ലാം ഏറെക്കുറെ തീരാറാകുമ്പോഴേക്ക് ഒരു പാറയുടെ ഏതെങ്കിലും ഒരു പിളർപ്പിൽ ഇത് കയറിയിരിക്കും. ചിന്തകന്മാർ പറയുന്നത് പിന്നീട് ചില ആഴ്ചകളോളം ഇതിന് ഭക്ഷണമില്ല. കാരണം ഒരു തുണ്ട് മാംസകഷ്ണങ്ങൾ മാത്രമായി ഇരിക്കുന്ന ഈ സാധനം വെളിയിൽ കണ്ടാൽ മറ്റുള്ള ഇതര പക്ഷികളോ മൃഗങ്ങളോ അതിനെ ആഹാരമാക്കും. അതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഹാരം വെടിഞ്ഞുള്ള ഒരു അനുഭവം. ഇത് പാറയുടെ ആ വിള്ളലിൽ ഇങ്ങനെ ഇരിക്കുക ആഴ്ചകളോളം. ഒരുപക്ഷെ മഴ പെയ്യുന്ന സമയത്ത് പെയ്താൽ ഒരിറ്റു വെള്ളം ചുണ്ട് തുറന്ന് നിൽക്കുമ്പോൾ, ആ ചുണ്ട് തുറന്ന് കാണിക്കുമ്പോൾ അതിൽ വീണാൽ ഒരു തുള്ളി വെള്ളം കിട്ടും. അല്ലാതെ അതിന് താഴേക്ക് പോയി പാറയുടെ ആ പിളർപ്പിലെങ്കിലും ഒന്നും വെള്ളമില്ലല്ലോ, അതിന് കുടിക്കാൻ കഴിയുന്നില്ല, ഭക്ഷിപ്പാൻ കഴിയുന്നില്ല. പക്ഷെ അതിനൊരു പ്രത്യാശയുണ്ട്. ഈ കഴുകനോട് ചോദിക്കാം, ഈ ചിറകും ഈ തൂവലുകളൊക്കെ പോയ ശേഷം നീ പാറയുടെ വിള്ളലിൽ ഇങ്ങനെ ആഴ്ചകളോളം വെള്ളം കുടിക്കാതെ അല്ലെങ്കിൽ ആഹാരം കഴിക്കാതെ ഇരുന്നാൽ ഇനിയുള്ളതായ സമയങ്ങളെക്കുറിച്ചുള്ള നിന്റെ പ്രതീക്ഷ എന്താ, പ്രത്യാശ എന്താ എന്ന് ചോദിച്ചാൽ അത് പറയും, ഞാൻ ഒന്ന് വിശ്വസിക്കുന്നുണ്ട്, എന്റെ ശരീരത്തിനെ പഴക്കം നേരിട്ടിട്ടുള്ളൂ. ചില ആഴ്ചകളൂടെ കഴിയുമ്പോൾ ഈ നഷ്ടപ്പെട്ടതായ ആ തുവലുകളെല്ലാം അത് കിളിർത്തു വരും. കിളിർത്തു വന്നു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യമുണ്ട്, ഈ കിളിർത്തു വരുന്ന തുവലുകൾ പഴയ തുവലുകളല്ല, പുതിയ തുവലുകളാണ്. അതുകൊണ്ട് എനിക്ക് വീണ്ടും ഈ വാനവിഹായസിൽ എനിക്ക് പറക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ വിശ്വാസം അതിനുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അല്പ ദിവസങ്ങൾ ഞാൻ സ്വസ്ഥമായിരുന്നാലും എനിക്കൊരു ഭാരമില്ലാത്തതിന്റെ കാരണം, എനിക്കൊരു ബുദ്ധിമുട്ടില്ലാത്തതിന്റെ കാരണം ഇതിനൊരു മാറ്റം വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞാനിവിടെ ഇരുന്ന് വളരെ ഇത്രയും ശബ്ദത്തിൽ, എന്റെ ശബ്ദം ഭയങ്കരമാണെന്ന് ആളുകളൊക്കെ പറയുന്നത്, ഈ ശബ്ദത്തിലൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോഴും ദൈവമക്കളുടെ ഒരു പ്രതികരണം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ആരാധനയ്ക്ക് ആ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ശാന്തമായി ആരാധിക്കുമ്പോഴൊക്കെ നമുക്ക് ആത്മാർത്ഥതയിൽ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു ശാസനയും ഒരു പൽസനയും ഒരു പോരാട്ടം കയറി വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇരുന്ന് ഇങ്ങനെ ആത്മാവിൽ ജ്വലിച്ചുകൊണ്ടിരിക്കും. പിശാചിനെ കുറിച്ച് കേൾക്കുമ്പോൾ അതല്ല ആവശ്യം. ദൈവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സ്തോത്രം പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിൽ കൂടെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഓർപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ കഴുകന്റെ പ്രത്യാശ, പ്രതീക്ഷ, വീണ്ടും എന്റെ ശക്തി പുതുക്കാൻ കഴിയും,
ഇന്ന് ഞാൻ ബലഹീനനാണെങ്കിലും നാളെ ഞാൻ ശക്തനായിത്തീരും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഹൃദയം ക്ഷീണിച്ചു പോയെങ്കിൽ, ഹൃദയം ക്ഷയിച്ചു പോയെങ്കിൽ, ഒരു പരാജയം, ഒരു തോൽവി ജീവിതത്തിൽ വന്നു എന്ന് നമ്മുടെ ഉള്ളം തിരിച്ചറിയുന്നെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, അല്ലെ എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമെന്ന് പറയുന്നത് പോലെ ഈ അവസ്ഥയ്ക്ക് എന്റെ ദൈവത്താൽ ഒരു മാറ്റം വരും, ഒരു പുതുക്കം എനിക്ക് നേടാൻ കഴിയും. എനിക്ക് എന്റെ ജീവിതത്തിന്റെ ഇന്നത്തെ അനുഭവങ്ങൾക്ക് ഒരു മാറ്റം വരാൻ ദൈവത്തിന് കഴിയും. ഒരു പാസ്റ്റർക്ക് കഴിയത്തില്ല, ഒരു സഭയ്ക്ക് അത് കഴിയത്തില്ല, ഒരു സംഘടനാ നേതാവിന് അത് കഴിയത്തില്ല. പക്ഷേ നാം പ്രാർത്ഥിക്കുന്ന ആ ദൈവത്തിന്, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവിന് നമ്മുടെ ജീവിതത്തിനൊരു പുതുമ തരാൻ ദൈവത്തിന് കഴിയും. ഹൃദയത്തിന്റെ ഒന്നാമത്തെ ചിന്ത അതാണ്. രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ വേഗത്തിൽ വരട്ടെ. ആ 73-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. 7-ാമത്തെ വാക്യം, അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ടൂന്നി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുന്നു. രണ്ടാമത്തെ ഹൃദയം എന്ന് പറയുന്നത് നിരൂപിക്കുന്ന ഹൃദയം, നിരൂപണങ്ങൾ കൊണ്ട് നിറഞ്ഞ ഹൃദയം. ദൈവത്തിന് സ്തോത്രം. ഈ നിരൂപണങ്ങൾ എന്നതിന് അതിന്റെ ശരിയായ ഒരു അർത്ഥത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ചിന്ത, ഹൃദയത്തിൽ ചിന്തിക്കുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഹൃദയത്തിൽ ചിന്തിക്കാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ പരിധി വിട്ടുള്ളതായ സാങ്കല്പികമായ നിലകളിലുള്ള ഇമാജിനേഷൻ, അതാണ് ഈ നിരൂപണങ്ങൾ എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. അത് വേദപുസ്തക ഭാഷയിൽ പഠിച്ചാൽ ദൈവത്തിനെതിരെയുള്ളതായ ചിന്തകളെയാണ് വേദപുസ്തകത്തിൽ നിരൂപണങ്ങൾ എന്ന് പറയുന്നത്. 2 വാക്യത്തിലൂടെ ഞാൻ അത് തെളിയിച്ചു തരാം. അപ്പോൾ ദൈവത്തിനെതിരെയുള്ള ചിന്ത, ദൈവത്തിനെതിരെയുള്ള വിചാരങ്ങളെയാണ് നിരൂപണങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം, മറ്റൊരാള് 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യവും വായിക്കും. 6-ന്റെ 5-ാമത്തെ വാക്യം, ഉൽപ്പത്തി 6-ന്റെ 5-ാമത്തെ വാക്യം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്ന് യഹോവ കണ്ടു. അപ്പൊ അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും സദാ ദോഷമുള്ള. അപ്പൊ ഹൃദയത്തില് ചിന്തയുണ്ട്, ഹൃദയത്തിൽ വിചാരമുണ്ട്. പക്ഷേ ആ ഹൃദയങ്ങളുടെ വിചാരം ഇപ്പോൾ എങ്ങനെയായി? അത് ദോഷമുള്ളതായിട്ട് മാറി. നമ്മൾ വായിച്ച വാക്യം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നടത്തുക, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം, ഒരു പട്ടണം, സ്വന്തമായിട്ടൊരു പേര്. ദൈവമക്കളെ, സ്വന്തമായിട്ട് ഒരു വീടോ സ്വന്തമായിട്ടൊരു പേരോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ ദൈവത്തിന് എന്തില്ല? ഇഷ്ടമില്ല. അങ്ങനെ ഒരു ഇഷ്ടക്കേടുള്ളൊരു ദൈവത്തെ അല്ലല്ലോ നാം സേവിക്കുന്നത്. പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ഒരു ദൈവ പൈതലിന് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദാനം നൽകുന്നവനാ ദൈവം. അപ്പൊ ദൈവം ആ കാര്യങ്ങൾക്കൊന്നിനും ഒരു എതിരല്ല. പക്ഷേ നാം ഒരു ദൈവത്തിന്റെ നടത്തിപ്പിൻ കീഴിലാ പോകുന്നതെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ കാര്യത്തെ കുറിച്ച് ദൈവത്തോടൊന്ന് എന്ത് ചെയ്യണം? ഒന്ന് ചോദിക്കണം. നമുക്കറിയാം, ഒരു ഭവനം എന്ന് പറയുന്നത് ഒരു പിതാവും മാതാവും കുഞ്ഞുങ്ങളും കൂടെ ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണ്. കുഞ്ഞുങ്ങൾ എത്ര വലുതായാലും, അവർക്ക് കൊച്ചുമക്കളായാലും, അവരുടെ ജന്മം നൽകിയ പിതാവിന്റെ മുമ്പിൽ അവരൊരു മകനാണ്. അപ്പോൾ ആ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ, വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വന്തമായി ചെയ്യാതെ ആ പിതാവിനോടൊരു ആലോചന ചോദിക്കണമെന്ന് ഏതു പിതാവും ആഗ്രഹിക്കുന്നുണ്ട്, ഏതു മാതാവും ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കാത്ത ഒരു പിതാവും മാതാവും ഇല്ല. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ, നമ്മളെ മെനഞ്ഞവനാണെങ്കിൽ, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണെങ്കിൽ, നാം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ഒരു കാര്യത്തിന് നീക്കം നടത്തുന്നതിന് മുമ്പ് ആ ദൈവത്തോടൊരു ആലോചന ചോദിക്കണം. കർത്താവേ, ഞങ്ങൾ ഇത് ചെയ്യുന്നതിൽ തിരിഹിതമാണോ, അങ്ങയുടെ ഇഷ്ടമുണ്ടോ? ദൈവഹിതം ആരാഞ്ഞിട്ട് ചെയ്താൽ അതിലൊക്കെ ഒരു ശുഭ പര്യവസാനം നമുക്ക് കാണാൻ കഴിയും. ഇല്ലെങ്കിൽ പറ്റുന്ന പരാജയം, അത് തുടങ്ങാൻ കഴിയും, പക്ഷേ എങ്ങും ഒരു പൂർത്തീകരണം എത്തത്തില്ല. 100 ഉദാഹരണങ്ങൾ നമുക്ക് എവിടെയും കാണാൻ കഴിയും. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് തുടങ്ങിയത്, ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പൂർത്തീകരണമുണ്ട്, അതിനൊക്കെ ഒരു അവസാനമുണ്ട്
എന്നാൽ ദൈവഹിതപ്രകാരം അല്ലാത്തതിന് ഏതൊരു തുടക്കം കുറിച്ചാലും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ അത് ഏത് കാര്യം തന്നെയാ, ഒരു വീടിന്റെ പണിയാണെങ്കിലും ഒരു ബിസിനസ് ആണെങ്കിലും ഏത് വിഷയങ്ങളും അങ്ങനെ തന്നെയാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഇതവർ ചെയ്യുന്നു. അവർക്കൊരു കാര്യവും ചെയ്യാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമായിട്ട് വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെ. അപ്പൊ നമ്മൾ ഹൃദയത്തെക്കുറിച്ചുള്ള 2-ാമത്തെ ചിന്ത ഇതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിരൂപിക്കുന്ന ഹൃദയം. എന്ന് നിരൂപിക്കുന്നു? ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ടുള്ള നിരൂപണങ്ങൾ. എന്നെക്കുറിച്ചും ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്, ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. അത് ആരാഞ്ഞറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെക്കുറിച്ചുള്ള അവിടുത്തെ ഹിതം എന്താ? വെറുതെ ഇങ്ങനെ വിളിച്ചതല്ല, വെറുതെ മേപ്രാസഭയുടെ ഒരു കോണിൽ ഇരിക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്തതാണെന്ന് ചിന്തിക്കരുത്. അല്ലെങ്കിൽ ആ ഒരു ദേശത്ത് നിന്ന്, ആ ഒരു കുടുംബത്തിൽ നിന്ന്, ആ ദേശക്കാരുടെ നടുവിൽ നിന്ന് ഒറ്റയ്ക്കോ കുടുംബമായോ ദൈവത്തെ ആരാധിക്കാൻ ഒരു കുടുംബം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ദൈവം തെരഞ്ഞെടുത്തല്ല. നമ്മെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു വ്യക്തമായ തിരുഹിതമുണ്ട്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു അവന്റെ വിളിയാലുള്ള ആശ. അപ്പൊ വിളിച്ചതിനൊരാശയുണ്ട്. ശിഷ്യന്മാരെ വിളിച്ചതിനൊരാശയുണ്ട്. തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അവൻ 12 പേരെ നിയമിച്ചു. അപ്പോൾ അവരെ വിളിച്ചതിന്, നിയമിച്ചതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള ഓരോ മാതാപിതാക്കളെയും ഓരോ പ്രിയപ്പെട്ടവരെയും കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവദാസന്മാരായ ഞങ്ങളെ കുറിച്ച് മാത്രമല്ല ദൈവത്തിന് ഉദ്ദേശമുള്ളത്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന മാന്യവിശ്വാസികളായ ദൈവമക്കളെ കുറിച്ചൊക്കെ ദൈവത്തിന് ഓരോ ഹിതമുണ്ട്. ദൈവരാജ്യത്തിന്റെ ആ സൗധത്തിന്റെ പണിയുടെ ഓരോ ഭാഗങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്. ഓരോ ഭവനക്കാരുടെ പേരുകൾ പറഞ്ഞിട്ട് പറയുന്നു അവരവരുടെ വീടിന്റെ നേരെയുള്ള അറ്റകുറ്റം അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞ പണി എല്ലാവരുടെയും കൂടെ ആണ്. അല്ലെ, എല്ലാവരും കൂടെ കൂടി വേണം ആ ആത്മീക സൗരത്തിന്റെ പണി നടക്കുവാൻ. ഹല്ലേലൂയ. ഒരക്ഷരീകമായ ഒരു ആലയത്തിലാണ് ഇന്ന് പകൽ നാം ഇവിടെ ആയിരിക്കുന്നെങ്കിലും ഹല്ലേലൂയ ഒരു അദൃശ്യമായ ഒരു സാർവത്രിക ദൈവസഭയുടെ ഭാഗങ്ങളാണ് ഈ ഭൂമിയിലുള്ള വിശുദ്ധന്മാർ ഒരുമിച്ച് ഒരാത്മീക ഗ്രഹം. വേദപുസ്തകത്തിൽ നാം അങ്ങനെ കാണുന്നല്ലോ. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, 1 പത്രോസ് 2-ാമത്തെ അധ്യായത്തിൽ ആത്മീക ഗ്രഹമായി തീരേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അപ്പോൾ ഒരു ഗ്രഹമുള്ളതുപോലെ ഒരാത്മീക ഗ്രഹമുണ്ട്. ആ ആത്മീക ഗ്രഹത്തിന്റെ പണിക്കാര നമ്മൾ ഓരോരുത്തരും. അത് ദൈവദാസന്മാർ മാത്രമല്ല, അത് പ്രവാചകന്മാർ മാത്രമല്ല, അത് സുവിശേഷകന്മാരോ ഇടയന്മാരോ മാത്രമല്ല, കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഏതു ദൈവ പൈതലും അതിന്റെ ഒരു പണിക്കാരനാണ്, ഒരു പണിക്കാരിയാണ്. നമ്മെ ആ പണിയുടെ ഒരു ഭാഗം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്, മനുഷ്യനല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പണി നാം ചെയ്യുമ്പോൾ ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഓരോരുത്തർ എങ്ങനെ പണിയുന്നു എന്ന് അവനവൻ എന്ത് ചെയ്യണം? നോക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ നിരൂപിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യരുത്? പണിയരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ച വാക്യത്തിൽ അതാണല്ലോ കണ്ടത്. അവർ ഹൃദയത്തിൽ നിരൂപിക്കുന്നു. എന്ന് നിരൂപിക്കുന്നു? ദൈവത്തിന് ഹിതത്തിന് വിപരീതമായിട്ടുള്ള ഹല്ലേലൂയ നിരൂപണങ്ങൾ അവരുടെ മനസ്സിലുള്ളത്. ഈ പകൽക്കാലം നമ്മോട് തന്നെ ഒന്ന് ചിന്തിക്കാം, ചോദിക്കാം, എന്റെ ഹൃദയത്തില് വരുന്ന നിരൂപണങ്ങൾ ദൈവഹിതപ്രകാരമാണോ? അതാരും അറിയുന്നില്ല ദൈവമക്കളെ. ഈ ആരാധനയിൽ ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ ഈ പ്രസംഗിക്കുമ്പോഴും നിങ്ങൾ എന്തൊക്കെയാ നിരൂപിക്കുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല, അടുത്തിരിക്കുന്ന ദൈവവൈതലിന് അറിയത്തില്ല. പക്ഷേ നിരൂപണങ്ങൾ അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. 139-ാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, അവരുടെ നിരൂപണം അവൻ ദൂരത്ത് നിന്ന് അല്ലെ ഗ്രഹിക്കുന്നു. നമ്മുടെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഭാര്യയുടെ നിരൂപണം ഭർത്താവിനോ, അല്ലെ ഭർത്താവിന്റെ നിരൂപണം ഭാര്യയ്ക്കോ, മാതാപിതാക്കളുടെ നിരൂപണം കുഞ്ഞുങ്ങൾക്കോ, കുഞ്ഞുങ്ങളുടേതായ ചിന്താഗതികൾ മാതാപിതാക്കൾക്കോ അറിയാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നമ്മുടെ നിരൂപണം ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിൽ ഈ രാവിലെ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
നമ്മുടെ നിരൂപണം കർത്താവ് അറിയുന്നുണ്ട്, അല്ലെ മറ്റാരും അറിയുന്നില്ല. ഹല്ലേലൂയ. നമ്മോടൊരുമിച്ച് ആരാധിക്കുന്നവർ അറിയുന്നില്ല, നമ്മോടൊരുമിച്ച് ഇരിക്കുന്നവർ അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്താഗതി എന്താണെന്ന്, നമ്മുടെ നിരൂപണങ്ങൾ എന്താണെന്ന്, അത് നല്ലതാണോ തീയതാണോ എന്നുള്ളത് ദൈവം അറിയുന്നില്ല. പക്ഷേ വചനത്തിൽ കൂടെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവഹിതപ്രകാരമല്ലാത്ത ഏത് നിരൂപണങ്ങൾ ഒരു മനുഷ്യനിൽ നിന്നുണ്ടായാലും അതിനെ അബദ്ധമാക്കി കളയുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഇനിയും അതൊരു ദൈവദാസൻ നിരൂപിച്ചാലും, ഒരു പുരോഹിതൻ നിലവിളിച്ചാലും, ഒരിക്കലൊരു ഭക്തൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അഹീതോബേലിന്റെ ആലോചന നീ എന്ത് ചെയ്യണം? അബദ്ധമാക്കണമേ. ദൈവത്തിന് സ്തോത്രം. ആ കാലത്ത് അഹീതോബേലിന്റെ ആലോചന വളരെ നിർണായകമായിട്ടുള്ള ആലോചനയാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദൈവഗീതത്തിന് വിപരീതമായിട്ട് അവൻ നീങ്ങുന്നത് കണ്ടപ്പോൾ ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ അത് അബദ്ധമാക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയരേ, അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ നിരൂപണങ്ങൾ ദൈവികമാകട്ടെ, ദൈവത്തിന് ഇഷ്ടപ്രകാരമുള്ളതാകട്ടെ, ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായി ഒരിക്കലും അത് വരാതിരിക്കട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ ഹൃദയം ക്ഷയിച്ചു പോകുന്ന അല്ലെങ്കിൽ തോൽപ്പിക്കപ്പെടുന്ന ഹൃദയം, തോൽക്കുന്ന ഹൃദയം. രണ്ടാമത്തെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ വായിച്ചു നിരൂപിക്കുന്ന ഹൃദയം. മൂന്നാമത്തെ ഹൃദയത്തിന്റെ ആ പ്രത്യേകതയിലേക്ക് പോകാം. 73-ാമത്തെ സങ്കീർത്തനത്തിന്റെ 21-ാമത്തെ വാക്യം. ഇങ്ങനെ എന്റെ ഹൃദയം വ്യസനിക്കുകയും, മൂന്നാമത്തെ ഹൃദയത്തിന്റെ പ്രത്യേകത വ്യസനിക്കുന്ന ഹൃദയം. വ്യസനിക്കുന്ന ഹൃദയം. ഈ ഹൃദയം മിക്കവാറും എല്ലാ മനുഷ്യർക്കും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മനോഭാവം ഹൃദയത്തിന്റെ അത് എല്ലാവർക്കും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. വ്യസനിക്കുന്ന ഹൃദയം. എന്തുകൊണ്ടാണ് വ്യസനിക്കാൻ കാരണം? വ്യസനിക്കാൻ ഒരുപാട് കാരണങ്ങൾ വേറെ പുസ്തകം പറയുന്നുണ്ട്. സദൃശവാക്യം 12:25 പറയുന്നത് മനോവസനമാ വ്യസനത്തിന് കാരണം. മനോവസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. അപ്പൊ മനോവസനം ചിലർക്ക് വ്യസനത്തിന് കാരണമാകുമ്പോൾ ചിലരുടെ വ്യസനം എന്ന് പറയുന്നത് മനോദുഃഖമാണ്. നെഹമ്യാവിനോട് രാജാവ് പറഞ്ഞു, നിന്റെ ഹൃദയം വാടിയിരിക്കുന്നു, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ താങ്ങാനാകാത്ത ഭാരങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ, ആ മനോവസനം ഹല്ലേലൂയ മനുഷ്യന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മനോവസനം ഉണ്ടാകുന്ന രീതികൾ പല രീതിയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നാം ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ചിലപ്പോൾ മനോവസനം ഉണ്ടാകാറുണ്ട്. നമുക്കെതിരെ ഏതെങ്കിലും നിലയിലുള്ള ഒരു പ്രവർത്തനമുണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നമ്മൾ വിശ്വസിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ നമുക്കെതിരെ ഏതെങ്കിലും നിലയിൽ നമ്മുടെ മുകളിലുള്ളവരോടോ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടോ, നമ്മുടെ താഴെ ജോലി ചെയ്യുന്നവരോടോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നമ്മെക്കുറിച്ച് അല്ലെ സത്യമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ, അതിന്റെ ചില തിക്താനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുമ്പോൾ, അഭിമുഖീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യലിനിടയായി തീരുമ്പോൾ നമ്മുടെ ഹൃദയം വ്യസനിക്കാറുണ്ട്. ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, ഇതുപോലെയാ പാർക്കുന്ന ഇടങ്ങളിൽ, ഹല്ലേലൂയ, നമ്മൾ പാർക്കുന്ന ദേശത്ത്, നാം ആയിരിക്കുന്ന ദേശങ്ങളിൽ ഹല്ലേലൂയ എത്ര ആത്മാർത്ഥതയോടെ ജീവിച്ചാലും നാം പ്രതീക്ഷിക്കാത്ത തരത്തില് ഹല്ലേലൂയ ചില വാക്കുകൾ ചില ശരങ്ങളായി നേരെ കടന്നു വരുമ്പോൾ ഹൃദയം വ്യസനിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇത് ഹൃദയമുള്ള ഏതു മനുഷ്യനും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ആത്മീക തലങ്ങളിൽ നിന്ന് വേദനയുടെ അനുഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായെന്നിരിക്കുക. കൂടെ ആരാധിക്കുന്നവരിൽ നിന്നോ, അല്ലെങ്കിൽ ഹല്ലേലൂയ വിശ്വാസത്തിൽ നമ്മോട് ഒരുമിച്ച് വന്നവരിൽ നിന്നോ, അവരിൽ നിന്നുണ്ടാകുന്ന ചില ഭാരങ്ങളോ പ്രയാസങ്ങളോ ഹൃദയത്തെ വേദനിപ്പിച്ചെന്നിരിക്കുക. എന്നാൽ ചില മനുഷ്യർ അതിനെ ഏതുമില്ലാത്തതായി ചിന്തിക്കുന്നവരുണ്ട്. എന്തു വന്നാലും അത് വിഷയമില്ല എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാരമില്ല. ഹല്ലേലൂയ. എന്നാൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോൾ, ഒരു ചെറിയ വേദന ഉണ്ടാകുമ്പോൾ അത് ഹൃദയത്തെ താങ്ങാനൊക്കാതെ വരുമ്പോൾ, സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, വായിക്കുന്നത് പോലെ, ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ പോലും അങ്ങനൊന്നും ഉണ്ടാകയില്ല. ആ കുടുംബത്തിൽ നിന്ന്, ആ വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ആളിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകയില്ലെന്ന് ചിന്തിച്ചു മുന്നോട്ട് പോകുമ്പോൾ അതിന് വിരോധമായി എന്തെങ്കിലും ഒരെണ്ണം വരുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഭാരപ്പെടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദൈവമക്കളെ, ഏത് വ്യസനം ഹൃദയത്തിന് വന്നാലും ആശ്വാസം പ്രാപിപ്പാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. എത്ര ഭാരങ്ങൾ ഉണ്ടാകട്ടെ, ഹല്ലേലൂയ,
ഇന്ന് ലോകത്തിൽ കാണുന്ന ഏത് മനുഷ്യനിൽ നിന്നും ഒരുപക്ഷെ ഭവനത്തിനകത്തുനിന്ന് വേദനിപ്പിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നിരിക്കുക, ആരാധിക്കുന്ന ഇടത്തുനിന്ന് വേദനിപ്പിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നിരിക്കുക, അയൽവാസികളുടെ ഇടയിൽ നിന്ന് ആ അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ജോലി ചെയ്യുന്ന ഇടത്തുനിന്ന്, പഠിക്കുന്ന ഇടത്തുനിന്ന് ഒക്കെ ഭാരങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഈ വ്യസനം മാറ്റാൻ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ദൈവസന്നിധിയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ ഭക്തൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, അല്ലെങ്കിൽ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, വ്യസനത്തിനുള്ള മാർഗം, ഹല്ലേലൂയ, വ്യസനിപ്പിക്കുന്ന അനുഭവങ്ങൾ, വ്യസനിക്കുന്നതായ അവസ്ഥകൾ എന്റെ ജീവിതത്തിലുള്ളതൊന്ന് നോക്കി ദൈവം എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമേ. അവിടെയും പരിഹാരത്തിന് ആശ്രയിക്കുന്നത് ദൈവത്തെ ആയിരിക്കണം. ഒരു മനുഷ്യനെയും ആശ്രയിക്കരുത്. ഒരു മനുഷ്യന്റെ അടുക്കൽ പോയി ആശ്വാസത്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കരുത്. കാരണം ഇയ്യോബ് പറയുന്നു, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാ. ഇയ്യോബിന്റെ സ്നേഹിതർ അവനെ അത്ര കണ്ട് സ്നേഹിക്കുന്നവരാ, അത്ര കണ്ട് ആത്മാർത്ഥത കാണിക്കുന്നവരാ. പക്ഷേ അവരെക്കുറിച്ച് തനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാം ഈ അവസ്ഥയിലുള്ളവരാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആശ്വാസം കൊള്ളാനായിട്ട്, വ്യസനത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിപ്പാനായി ദൈവസന്നിധിയിൽ പോകണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 24 മണിക്കൂറും തുറന്നിട്ടിരിക്കുന്ന ഒരേ ഒരു സ്ഥലം സന്നിധി ദൈവസന്നിധിയാണ്. ദൈവത്തിന് സ്തോത്രം. ഏത് സമയത്താണെങ്കിലും, രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും എപ്പോഴും പോയി പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ വേണ്ടി ആ കൃപയുടെ കവാടം തുറന്നിട്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, സഭായോഗം കഴിഞ്ഞ് 1 മണി അല്ലെങ്കിൽ 1:30 മുമ്പ് ഈ സഭാകൾ അടയ്ക്കും. നമ്മൾ വീട്ടിൽ കിടന്ന് നമ്മുടെ ഭവനങ്ങളിലൊക്കെ ആണെങ്കിൽ 10 മണിക്കോ അല്ലെങ്കിൽ 11 മണിയൊക്കെ ആകുമ്പോൾ, രാത്രിയായി കഴിയുമ്പോൾ നമ്മുടെ വീടിന്റെ വാതിൽ നമ്മൾ അടയ്ക്കും. 24 മണിക്കൂർ ഒന്നും തുറന്നിട്ടേക്കത്തില്ല. നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം 5 മണിക്ക് അടയ്ക്കുന്നതാണെങ്കിൽ 5 മണിക്ക് അടയ്ക്കും. പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ ഈ ബാങ്കുകളൊക്കെ ശ്രദ്ധിച്ചാൽ രാത്രി 9 മണി വരെ ചില ദിവസങ്ങളിലൊക്കെ, ചിലയിടത്തൊക്കെ അത് ഇന്നത്തെ അടിയന്തര സാഹചര്യങ്ങൾ നിമിത്തം. അപ്പോ ഈ ലോകത്തിലുള്ള എല്ലാ വാതിലുകളും അടയുന്നൊരു സമയമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ചെന്നാൽ ആ വാതിലൊന്നും നമുക്ക് വേണ്ടി തുറക്കത്തില്ല. ആ വാതിൽ അടച്ചാൽ അടച്ചു തന്നെയാണ്. ഒരിക്കൽ അത്യാവശ്യത്തിനൊരു യാത്രയ്ക്ക് വേണ്ടി ഒരു റിസർവേഷൻ എടുക്കാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ റിസർവേഷൻ കൗണ്ടറിൽ ഇങ്ങനെ പോയി നിൽക്കുക. ഒരു 10-25 പേരെൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ അത് തീർന്ന് അത് എനിക്കും കിട്ടും എന്നുള്ളതായ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരുന്നു. എന്നാൽ കറക്റ്റ് 8 മണിയായപ്പോൾ, 7:45 ഒരു പ്രതീക്ഷയുണ്ട്, ചിലപ്പോൾ ഇത് സാധിക്കും. കറക്റ്റ് 8 മണിയായപ്പോൾ 5 പേര് ആ ക്യൂവിൽ ബാക്കി നിൽക്കുന്നുണ്ട്. 8 മണിയായപ്പോൾ ക്ലോസ്ഡ് എന്നുള്ള ആ ബോർഡ് എടുത്ത് അവരവിടോട്ട് വെച്ചിട്ട് അടച്ചു. അപ്പം എൻ്റെ മുമ്പിൽ ഇരുന്നവരും ഒക്കെ പറഞ്ഞു, സാറേ അത്യാവശ്യമുള്ളതാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് അത്യാവശ്യം കാണും, പക്ഷെ ഞങ്ങൾക്ക് അത്യാവശ്യമില്ല. ഞങ്ങൾക്ക് സമയത്ത് ജോലി ചെയ്താൽ മതി, സമയം കഴിഞ്ഞ് ജോലി ചെയ്താൽ ഞങ്ങൾക്ക് 10 പൈസയുടെ പ്രയോജനം ഇല്ല. ദൈവമക്കളെ, ദൈവസന്നിധി അങ്ങനെ ആയിരുന്നല്ലോ. അല്ലേ, രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ അടച്ചാൽ പിന്നെ പിറ്റേ ദിവസം 9 മണിക്കേ തുറക്കത്തുള്ളൂ. ഹല്ലേലൂയ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ, ഹല്ലേലൂയ, നമ്മുടെ ഭവനത്തിൽ നാം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ, ഇനി ഭവനത്തിലല്ല, യാത്ര ചെയ്യുന്നു പോകുന്ന അവസരത്തില്ല, നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു പോകുമ്പോൾ, ഒരു അറിയാത്തതായ ഒരു ദേശത്ത് നിൽക്കുമ്പോൾ, രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഏത് സമയത്തും അല്ലെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ശിരസ് വണക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ കേൾക്കുന്നതായ ഒരു ഇടമുണ്ടെന്നുള്ളതായ ആ ഒരു ഓർമ്മയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഇന്നും പരിപുഷ്ടിപ്പെടുത്തുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രാർത്ഥിക്കാനൊരു ഇടമുണ്ട്, പ്രാർത്ഥിക്കാനൊരു വ്യക്തിയുണ്ട്. ഏത് സമയത്തും നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ ആ കർത്താവ് ഇന്നും നമ്മെ കേൾക്കുവാൻ തയ്യാറാ. ഹല്ലേലൂയ. 3-ാമത്തെ ഹൃദയം, വ്യസനിക്കുന്ന ഹൃദയം. ഹല്ലേലൂയ. വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 4-ാമത്തെ ഹൃദയം, നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ ആരംഭവാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. നിർമ്മല ഹൃദയമുള്ളവർക്ക്. അപ്പം 4-ാമത്തെ ഹൃദയം നിർമ്മല ഹൃദയം. നിർമ്മല ഹൃദയം. ഈ ഹൃദയത്തിന്റെ, ഈ നിർമ്മല ഹൃദയം എന്ന് പറഞ്ഞാൽ മലിനപ്പെടാത്ത ഹൃദയം. മലിനപ്പെടാത്ത ഹൃദയം, വളരെ ക്ലീനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്യുവറായിട്ടുള്ള ഒരു ഹൃദയം, മലിനപ്പെട്ടിട്ടില്ല.
എന്നാൽ മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് നാം നേരത്തെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചല്ലോ, ദോഷം നിറഞ്ഞ ഹൃദയമാണ്. ദൈവം ഒരു പ്രത്യേക ജാതിയോട് അവർ രക്ഷിക്കപ്പെടേണ്ട കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു ഭാഗം ഒന്ന് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒരാൾ ശ്രദ്ധിച്ചേട്ട്, അല്ലെങ്കിൽ 4-ന്റെ 14-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവചനം: യെരൂശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളയുക. ബാക്കി ഇവിടെ വായിക്കണം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: യെരൂശലേമേ, നീ രക്ഷിക്കപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത എന്ത് ചെയ്യണം? അപ്പൊ നീ രക്ഷിക്കപ്പെടേണ്ടത് ഈ ഒരു അനുഭവത്തോടു കൂടി ആയിരിക്കണം. ഹൃദയത്തിന്റെ ദുഷ്ടത അത് ഹല്ലേലൂയ കഴുകിക്കളഞ്ഞിട്ട് അത് മാറ്റിയിട്ട് വേണം നീ എന്ത് ചെയ്യാൻ? ദൈവകൃപയിലേക്ക് വരാൻ. അല്ലെ, അത് ബാക്കി ഇവിടെ വായിച്ചേ. നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിന്റെ ഉള്ളിൽ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. ഉള്ളിൽ എന്ന് പറയുമ്പോൾ ആ ഹൃദയത്തിൽ ആ ദുഷ്ടത, ദുഷ്ടവിചാരങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു ഹൃദയം നിർമ്മലമായ ഹൃദയമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ലോകത്തിലുള്ളതായ നമ്മുടെ ജീവിതത്തിൽ ഈ ഹൃദയത്തിന്റെ നിർമ്മലമായ അവസ്ഥയ്ക്ക് നഷ്ടം വരാം. അതിനൊരു മാറ്റമുണ്ടാകാം. ആ ഹൃദയം മലിനപ്പെട്ടു പോകാം. എങ്കിലും ഹൃദയം മലിനപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യാവസ്ഥയാണ്. 24-ാമത്തെ സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്, നിർമ്മലമായ ഹൃദയം സൂക്ഷിക്കുന്നത് ഒരു ഭാഗ്യാവസ്ഥയാണെന്ന് അവിടെ കാണാൻ കഴിയുന്നു. വായിക്കാം: വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ അപ്പോൾ അവിടെ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഹൃദയത്തിന് ഉടമയെന്നാണ് ഈ നിർമ്മല ഹൃദയം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ലോകത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഒരു അന്യഗ്രഹത്തിൽ പോയി രക്ഷിക്കപ്പെട്ടിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെടാത്തതായ ഈ ശരീരം കൊണ്ട് രക്ഷിക്കപ്പെടാത്ത ഈ ലോകത്തിലാണ് തന്നെ ആയിരിക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടതാ ഈ ലോകത്തിൽ ജീവിച്ചാൽ ഞാൻ മലിനപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരു അന്യഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ വായിച്ച് ഗ്രഹിച്ചിട്ടുള്ളതുപോലെ വനവാസത്തിനൊന്നും പോകാനൊന്നും പറ്റത്തില്ല. ഈ ലോകത്തിൽ തന്നെയാ വചനം പറയുന്നത്, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്ത് ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലാക്കിയിരിക്കുമ്പോൾ മലിനപ്പെട്ടു പോകാതെ ജീവിക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മളെ എന്ത് ചെയ്യും? സഹായിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തോടൊരു പ്രാർത്ഥന ഉണ്ടാകണം. ദൈവത്തോട് ദൈവത്തിലൊരു ആശ്രയം ഉണ്ടാകണം. ദൈവമേ, പാപം ചെയ്യാതെ ജീവിപ്പാൻ, ദോഷം ചെയ്യാതെ ജീവിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ സഹായിക്കും. അപ്പോൾ വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ. അപ്പോൾ ആ ഒരു ഹൃദയം, ആ ഒരു നിർമ്മലമായ അനുഭവം കാത്തു സൂക്ഷിക്കുന്നവർക്കാണ് എന്നും അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയുന്നത്. വീണ്ടും മത്തായി സുവിശേഷം കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിലെ ഒരു വാക്യം വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പോ നിർമ്മല ഹൃദയത്തിന്റെ മറ്റൊരു വശം അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് പറഞ്ഞിരിക്കുകയാണ് ഹൃദയശുദ്ധി. അപ്പോ നിർമ്മല ഹൃദയം എന്ന് പറയുന്നത് ശുദ്ധിയുള്ള ഒരു ഹൃദയമാണ്. ആ ഹൃദയത്തിൽ അശുദ്ധിയില്ല. ആ ഹൃദയത്തെ കുറിച്ച് പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ആയുസ്സില് ആ ഹൃദയത്തിന്റെ ശുദ്ധി നഷ്ടപ്പെട്ടു പോകാതെ, ആ നിർമ്മലത നഷ്ടപ്പെട്ടു പോകാതെ. ഒരുപക്ഷെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, പാസ്റ്റർ, ഈ ലോകത്തിൽ അങ്ങനൊക്കെ പറ്റുമോ? പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത ഒത്തിരി പേരെന്നല്ല, കുറെ പേർ. ദൈവമക്കളെ, ആഗ്രഹിച്ചാൽ മലിനപ്പെടാതെ ജീവിപ്പാൻ കഴിയും. ലോകത്താലുള്ള കളങ്കം പറ്റാതെ, ലോകത്തിന്റെ മാലിന്യങ്ങളിൽ അകപ്പെട്ടു പോകാതെ അല്ലെ സൂക്ഷിപ്പാൻ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് കഴിയത്തില്ല. പക്ഷെ കർത്താവിൽ ആശ്രയിച്ചാൽ കഴിയും. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, അതിനായി അവിടുന്ന് എനിക്ക് കൃപ തരണമേ, അവിടുന്ന് എന്റെ കൈ പിടിക്കണമേ, കർത്താവേ, അവിടുത്തെ ശബ്ദത്താൽ എന്നെ വഴി നടത്തണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മലിനപ്പെട്ടു പോകാതെ ശുദ്ധ മനോഭാവത്തോടെ, ശുദ്ധ ഹൃദയത്തോടെ ജീവിപ്പാനായിട്ട് നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹൃദയശുദ്ധിയുള്ള മനുഷ്യൻ
ഭാഗ്യവാ. ഇനിയും ഏതെങ്കിലും കാരണവശാൽ ഈ ഹൃദയത്തിന്റെ ആ പവിത്രത നഷ്ടപ്പെട്ടു പോയെന്നിരിക്കട്ടെ, വീണ്ടെടുക്കപ്പെടാത്ത ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട്, വീണ്ടെടുക്കപ്പെടാത്ത ഈ ലോകത്തിലല്ലേ വസിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതം ഏതെങ്കിലും നിലയിൽ നിയന്ത്രണം വിട്ടുപോയെന്നിരിക്കട്ടെ, വാക്കിലോ പ്രവൃത്തിയിലോ തെറ്റിപ്പോയ ഒരനുഭവം വന്നാൽ, ദൈവമക്കളെ, അതിനെക്കുറിച്ചൊരു കുറ്റബോധം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? 51 സങ്കീർത്തനത്തിന്റെ ആ 10 വാക്യം ഒന്ന് വായിച്ച്. 51 10 വാക്യം. ദൈവമേ, നിർമ്മലമായോ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ, അല്ലെ കർത്താവേ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാ. വീണ്ടും ആ നിർമ്മലതയിലേക്ക് എന്റെ ഹൃദയത്തെ ഒന്ന് എന്ത് ചെയ്യണം? സൃഷ്ടിക്കണമേ. ദൈവത്തിന് സ്തോത്രം. കാരണം മലിനപ്പെട്ടു പോയി കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ പവിത്രത നഷ്ടപ്പെട്ടു പോയി. അല്ലെ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഞാൻ ജീവിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിലുള്ള ആ ഇടപാട് കൊണ്ടും ഈ ലോകത്തിലെ എന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആ ഓട്ടത്തിനിടയിലും എന്റെ ജീവിതം മലിനപ്പെട്ടു പോയി. ഞാൻ ആഗ്രഹിച്ചതല്ല, ഒരുപക്ഷെ ഞാൻ അങ്ങനെ ആകണമെന്ന് ഇച്ഛിച്ചതല്ല, സന്ദർഭവശാൽ അത് സംഭവിച്ചു പോയി. പക്ഷേ ഒരു കുറ്റബോധം മനസ്സിനകത്ത് വന്നു, ആഴമേറിയ ഒരു അനുതാപം മനസ്സിൽ വന്നു. ഇത് പോരാ, ഇതിനല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. ഒരു ദൈവവചനം കേട്ടപ്പോൾ, ഒരു ദൈവിക ദൂത് കേട്ടപ്പോൾ, ഒരു പ്രസംഗം കേട്ടപ്പോൾ, ഒരു പ്രഭാഷണം കേട്ടപ്പോൾ, അല്ല ഒരു പുസ്തകം വായിച്ചപ്പോൾ, വേദപുസ്തകത്തിന്റെ ആ നിർമ്മലമായ സത്യം അത് ഗ്രഹിച്ചപ്പോൾ, എന്റെ അന്തരംഗത്തിൽ കർത്താവ് ഞാൻ ഗ്രഹിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് ഒരു മാറ്റം ആവശ്യമാണ്. എന്റെ ഹൃദയം ശുദ്ധിയുള്ളതല്ല എന്ന് എന്റെ മനസ്സാക്ഷി എന്നെ വിധിച്ചു. ആരും വിധിച്ചതല്ല, ആരും ദൂത് പറഞ്ഞതല്ല. ഞാൻ ഒരു ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോ, ഒരു പ്രഭാഷണം കേട്ടപ്പോ എന്റെ അന്തരംഗത്തിൽ എനിക്ക് മനസ്സിലായി, ഇത് പോരാ, ഒരു മാറ്റം വരണം, ഇതിനൊരു പുതുക്കം വേണം, ഇതിനൊരു വ്യത്യാസം വേണം എന്ന് ആഗ്രഹിച്ച് എന്റെ മനസ്സ് ആ നിലയിൽ തയ്യാറായപ്പോ ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന വാചകമാണ് നമ്മളിവിടെ വായിച്ചത്. നിർമ്മലമായോ ഒരു ഹൃദയമെന്നിൽ സൃഷ്ടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരു ഹൃദയമെന്നിൽ സൃഷ്ടിക്കണം. അല്ലെ, നിലവിലുണ്ടായിരുന്ന ഒരു ഹൃദയം, എനിക്ക് ലഭിച്ചതായ ഹൃദയം അത് നഷ്ടപ്പെട്ടു പോയി, അത് മലിനപ്പെട്ടു പോയി. അതിനെ കർത്താവേ ഒരു പുതുക്കം തരണമേ, അതിനൊരു മാറ്റം തരണമേ, ഒരു റീക്രിയേഷൻ, ഒരു പുതു സൃഷ്ടിയാക്കി ദൈവം എന്നെ തീർക്കണമേ. ഈ രാവിലെ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഒരുങ്ങും. നാം ആരും പൂർണ്ണരല്ലെങ്കിലും ദൈവമക്കളെ, ഈ ലോകത്തിലെ നമ്മുടെ ഇടപാടില്, മനുഷ്യരുമായിട്ടുള്ള സഹകരണത്തില്, ഒരുപക്ഷെ രക്ഷിക്കപ്പെടാത്തവരുമായി അല്ലെങ്കിൽ ദൈവമില്ലാത്തവരുമായുള്ള നമ്മുടെ സഹകരണത്തില് നിന്റെ ആത്മീയ ജീവിതത്തിന് എവിടെയെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ വചന ശുശ്രൂഷയുടെ മുമ്പിൽ നമ്മുടെ ആത്മാവിനോട് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയാൽ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. കർത്താവെ, നിർമ്മലമായോ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കുക. കർത്താവെ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. കർത്താവെ, 100% ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ നമുക്കാർക്കും കഴിയുകയില്ല. കാരണം ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത് കൊണ്ട്, ഈ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, അല്ലെ ഈ പിശാചിന്റെ കൺട്രോളിലുള്ള ലോകത്തിൽ നാം ആയിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നാം ആരും 100% വിശുദ്ധരല്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് ആകാനായിട്ട് നമ്മൾ കടന്നു വരാൻ ദൈവം ഇച്ഛിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രേരണ നമുക്കുണ്ടാകണം. ദൈവവചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണത്തിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു ഹല്ലേലൂയ, ഒരു ഏറ്റുപറച്ചിനു വേണ്ടി നമ്മൾ തയ്യാറാകണം. നിർമ്മലമായോ ഒരു ഹൃദയം എന്ന് സൃഷ്ടിക്കണമേ. ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് അവൻ നല്ലവനാകുന്നു നിശ്ചയം. അവസാനമായി വീണ്ടും നമുക്ക് വായിക്കാം അതിന്റെ 13 വാക്യം. ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചത്. 5 ഹൃദയം ശുദ്ധീകരണമുള്ളൊരു ഹൃദയം. ഹല്ലേലൂയ, ശുദ്ധീകരണമുള്ളൊരു ഹൃദയം, നിർമ്മലമായൊരു ഹൃദയം. നമ്മൾ ചിന്തിച്ചു, ഈ ഹൃദയത്തിന്റെ പ്രത്യേകത ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഹൃദയമാണ്. അങ്ങനെയെങ്കിൽ ആ ഹൃദയം ഉള്ളിലുള്ള ഒരുവൻ തിരിച്ചറിയുന്നത്, എനിക്കൊരു ശുദ്ധീകരണം എന്ത് ചെയ്യണം? വേണം. ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു ശുദ്ധീകരണം വേണം. ശുദ്ധീകരണം എങ്ങനെയാ നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നത്? ശുദ്ധീകരണം നമുക്ക് എങ്ങനെയാ നേടാൻ കഴിയുന്നത്? ദൈവത്തിന് സ്തോത്രം. സവിസ്തരമായി സംസാരിക്കേണ്ട ഒരു ഭാഗമാണെങ്കിലും 2-3 വാക്യങ്ങൾ വായിച്ചിട്ട് വേഗത്തിൽ ഞാൻ എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. ശുദ്ധീകരണം എങ്ങനെ നമുക്ക് സാധ്യമാകും? യെശയ്യാ പ്രവചനം 6-ാമത്തെ അധ്യായത്തിന്റെ
ഹല്ലേലൂയ. 4 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യം. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉർമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ. അപ്പൊ ഒരു നിമിഷം ശ്രദ്ധിച്ച് ബാക്കി ഭാഗം വായിക്കണം. അവിടെ പ്രവാചകനായ യെശയ്യാവ് സ്വർഗീയ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ താൻ തന്നെ കുറിച്ച് പറയുക, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു. അപ്പൊ എന്റെ അധരങ്ങൾ എന്ന് പറയുന്നത് എന്താ? ശുദ്ധിയില്ലാത്തതാ. ഇനി താൻ വസിക്കുന്ന ആ പരിതസ്ഥിതിയെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുകൾ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ ഞാൻ എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. അപ്പോൾ അതിന്റെ ആ ഭാഗം വായിച്ചു വരുമ്പോൾ അതിന്റെ അവസാനം നാം ഇങ്ങനെയാ വായിക്കുന്ന 6-ാമത്തെ വാക്യം. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ ഇത് നിന്റെ ആദരത്തെ തൊട്ടതിനാൽ മതി. അപ്പോൾ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ ദൈവസന്നിധി സമ്മതിച്ചു, കർത്താവേ എന്റെ അധരങ്ങൾ ശുദ്ധിയില്ലാത്തതാ. ഉടനെ അതിന് ഒരു പരിഹാരം, അതിന് ഒരു പ്രായശ്ചിത്തം ഉണ്ടായത് എങ്ങനെയാണെന്ന് നമ്മൾ വായിച്ചത്? ഒരു ദൈവീക സ്പർശനം കൊണ്ട്. അവിടെ സാറാഫുകൾ ഒരുത്തൻ കൊടിൽ കൊണ്ട് ഒരു കനലെടുത്ത് എന്റെ ആദരത്തെ തൊട്ടിട്ട് പറഞ്ഞു, ഇത് നിന്റെ ആദരത്തെ തൊട്ടതിനാ. നീ പറഞ്ഞത് എന്റെ ആദരം ശുദ്ധിയുള്ളതല്ല എന്നുള്ളതല്ലേ? അതിനെ ഒരു മാറ്റം വരുത്താൻ ദൈവം ആഗ്രഹിച്ചിട്ട് പറയുന്നു, ഇത് നിന്റെ ആദരത്തെ തൊടുകയാ. ഇനിയും ആ ഒരു നിലയിലുള്ള ഒരു ഭാരം നിനക്കുണ്ടാകുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ശുദ്ധീകരണ ഹൃദയം പ്രാപിക്കണമെങ്കിൽ, ഒരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കണമെങ്കിൽ, ഒന്നാമത് ഒരു ദൈവിക സ്പർശനത്തിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടുന്ന് എന്നെ ഒന്ന് തൊടണമേ, എന്റെ നാവിനെ ഒന്ന് തൊടണമേ. ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? നാം ദൈവസന്നിധി പ്രാർത്ഥനയ്ക്ക് ആലയത്തിൽ വരുമ്പോഴും ഭവനത്തിലായിരിക്കുമ്പോഴും നാം ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. പലപ്പോഴും കർത്താവേ, എന്റെ നാവ് കൊണ്ട് അരുതാത്തത് ഞാൻ സംസാരിക്കാറുണ്ട്. ഈ ഒരു അനുഭവത്തിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതിന് അവിടുന്ന് എന്റെ നാവിനെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ യെശയ്യാവിനെ പോലെ ഒന്ന് തുറന്നു പറയാൻ ഒരു നല്ല മനസ്സാക്ഷിയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന ഒരുവൻ ഈ പകൽക്കാലം ഈ ആരാധനയുടെ നടുവില് ഉലാവുന്നത് ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. വാഗ്ദത്ത പ്രകാരം 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് ഈ പകൽ നമ്മുടെ നടുവിലുണ്ട്. അവൻ നമ്മുടെ സമീപയുണ്ട്. ഇന്ന് പകൽ ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ പൂർണ്ണനല്ല, ഞാൻ അപൂർണനാണ്. അവിടുന്ന് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. അവിടുന്ന് എന്റെ നാവിനെ ഒന്ന് തൊടണമേ. കർത്താവേ, എന്റെ ജീവിതത്തിൽ ആകാത്തത് വന്നു പോകുന്ന, ആകാത്തൊരു സംസാരിക്കുന്ന ഈ അനുഭവത്തിൽ നിന്ന് എനിക്കൊരു മാറ്റം ഉണ്ടാകണമേ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 5-ാമത്തെ ഹൃദയം ഒരു ശുദ്ധീകരണം പ്രാപിച്ച ഹൃദയമാ. ശുദ്ധീകരണം എങ്ങനെ പ്രാപിക്കാം? അതാ ഞാൻ ഇവിടെ ഓർപ്പിച്ചത്. ഒന്നാമത് ശുദ്ധീകരണം പ്രാപിക്കുന്നത് ദൈവിക സ്പർശനത്താൽ. 2-ാമത് ശുദ്ധീകരണം പ്രാപിക്കുന്നത് ദൈവവചനത്താൽ. വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം. 2-3 വാക്യങ്ങളുടെ ദയവായി പെട്ടെന്ന് വായിച്ച് സഹായിക്കണം. എഫേസ്യർ 5-ന്റെ 26-ാമത്തെ വാക്യം. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധീകരണം അഥവാ ശുദ്ധീകരണം എങ്ങനെ സാധ്യമാകും? ശുദ്ധീകരണം സാധ്യമാകുന്നത് ദൈവവചനത്താൽ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞല്ലോ, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അല്ലെ, നിന്റെ സത്യത്തിന്റെ വചനത്താൽ അവരെ ശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ദൈവവചനത്താൽ ഒരു ശുദ്ധീകരണം. ദൈവവചനം വായിക്കുന്നതിനാൽ, ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിനാൽ, ദൈവത്തിൻ്റെതായ വചനം ശ്രദ്ധിക്കുന്നതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം നടക്കാനിടയായി തീരും. അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ മാത്രമല്ല, ഭവനത്തിൽ പ്രാർത്ഥനയോടെ ഈ ദൈവവചനം വായിച്ചാൽ ഒരു കുറ്റബോധം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി അത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം. നാം ഭവനത്തിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ, അത് രാത്രിയെന്നോ പകലെന്നോ, ദൈവമക്കളെ, ദൈവവചനം വായിക്കാൻ ഒരു പ്രത്യേക സമയമില്ല.
പ്രാർത്ഥിക്കാനും പ്രത്യേക സമയമില്ല. ഏത് സമയത്തും പ്രാർത്ഥിക്കാം എന്നതുപോലെ ഏത് സമയത്തും ദൈവവചനം വായിക്കാം. അത് രാവിലെ വായിക്കാവുന്നില്ല, അത് വൈകിട്ടേ വായിക്കാവുന്നില്ല, അതിന് ഇന്ന സമയമെന്നില്ല. എപ്പോഴും വായിക്കണം. ഇത് നമുക്ക് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് തന്നിരിക്കുന്ന അല്ലെ തന്റെ മഹത് വചനങ്ങളാണ്. അത് ഏത് സമയത്തും വായിക്കാനുള്ള ഒരു ആത്മാർത്ഥത നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ടാകണം. അതിനൊരു പെർമിഷന്റെ ആവശ്യമില്ല, അത് ആരും അനുവദിക്കേണ്ട കാര്യമില്ല. പണ്ട് പുരാതനമായിട്ടുള്ള കാലങ്ങളിൽ നമുക്കറിയാം, ഹല്ലേലൂയ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേദപുസ്തകം വായിക്കാൻ പോയിട്ട് സാധാരണക്കാരന് കൊണ്ടു നടക്കാൻ അനുവാദമില്ലാതിരുന്ന ഒരു കാലയളവ് സഭയുടെ ചരിത്രത്തിലുണ്ട്. ഇന്നത്തെ പോലെ ദൈവവചനം അന്ന് യഥേഷ്ടം ലഭിക്കയില്ല. ഇന്നിപ്പോ നമുക്ക് കുമ്മനാട്ട് പോയാൽ, ഇനി കുമ്മനാട്ട് പോകണ്ട, തിരുവല്ലായിലോട്ട് പോയാൽ ഇഷ്ടം പോലെ ബൈബിള് കിട്ടും. ഇനിയിപ്പോ നമ്മുടെ വീടുകളിൽ തന്നെ ഒന്ന് നോക്കിയേ, നമ്മൾ ഒരാൾക്ക് എത്ര ബൈബിൾ വെച്ചുണ്ട് അല്ലേ? ഹല്ലേലൂയ. ഒരിക്കല് എൻ്റെ ഒരു വിശ്വാസിയായിട്ടിരുന്ന ഒരു അച്ചായൻ, അദ്ദേഹം ആരാധനയ്ക്ക് വരുമ്പോ ഞാനവിടെ ചെന്ന സമയമാണ്, അദ്ദേഹം ബൈബിൾ കൊണ്ട് വരത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ ആരാധനയ്ക്ക് വരുമ്പോൾ ബൈബിളില്ല, പക്ഷെ അല്പസമയം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ ബൈബിളുണ്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇപ്പൊ ഇതുവരെ ഒരു 4 ബൈബിൾ എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനെ? വീട്ടിലൊരു ബൈബിളുണ്ട്, ഞാൻ ജോലി ചെയ്യുന്ന റബ്ബർ ഫാക്ടറിയിൽ അദ്ദേഹത്തിന്റെ ജോലി നൈറ്റ് വാച്ചറാ, അവിടെ ഒരു ബൈബിൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഉറക്കമില്ലാതിരിക്കുമ്പോൾ ഒക്കെ ഞാൻ അതിലെടുത്ത് വായിക്കും. സഭാഹമുള്ളൊരു ബൈബിളുണ്ട്. ഇനിയും പ്രത്യേകിച്ച് മാസയോഗത്തിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ ഒരു നല്ല ബൈബിളും ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് അദ്ദേഹം പറഞ്ഞ 4 ബൈബിൾ. ഒന്ന് ചെന്ന് ചോദിക്കുക, നമുക്കൊക്കെ എത്രയോ ബൈബിളുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് ഇത് അനുവദനീയമല്ലായിരുന്നു. ഒരു കുടുംബത്തിന് ഒരു ബൈബിൾ പോലും ഇല്ലാതിരുന്ന, അതായത് സത്യമായി പറഞ്ഞാൽ ഒരു പുരോഹിതന്റെ കയ്യിൽ മാത്രം ബൈബിള് സൂക്ഷിക്കാൻ അധികാരമുള്ളൊരു കാലയളവുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് മറ്റുള്ളവർക്ക് ബൈബിള് കിട്ടാത്തത് കൊണ്ട് പറയുന്നത് പോലെ കേൾക്കാനേ അവർക്ക് കഴിയത്തുള്ളൂ. ഇനി ഒരാൾ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുന്നത് എങ്ങനെയാണോ പ്രസംഗിച്ചത് അതേ കേൾക്കാൻ അവർക്ക് കഴിയുള്ളൂ. അങ്ങനെയാണോ എന്ന് നോക്കാൻ ബൈബിള് കയ്യിലില്ല. എന്നാൽ ഇന്ന് നമുക്കിഷ്ടം പോലെ വായിക്കാൻ അറിയാം. വായിക്കാൻ ലളിതമായ ഭാഷയിൽ ഇന്ന് നവീകരിച്ച ലിപിയിലുള്ള എത്രയോ ബൈബിളുകളുണ്ട്. എന്നാലും ദൈവമക്കളെ, വായിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഏതെങ്കിലും ഒരു ദിവസം ഒരു അധ്യായം ചിലപ്പോൾ വായിക്കും. ഞാൻ പറയട്ടെ, ആ ഒരധ്യായം എന്നുള്ളത് അതൊക്കെ അങ്ങ് മാറ്റിക്കളയണം. ഇതാവോളം വായിക്കാൻ. ഹല്ലേലൂയ. ഇത് എത്ര വായിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടൊരു ദോഷം വരത്തില്ല. നമുക്ക് ദൈവവചനത്തോടെ അടുക്കാനും ദൈവത്തോട് അടുക്കാനും ആത്മീക അറിവ് ലഭിക്കാനായും കഴിയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ആശയം, വചനത്താൽ ഒരു ശുദ്ധീകരണമുണ്ട്. ഹല്ലേലൂയ. വചനം പ്രസംഗിച്ച് കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോഴൊക്കെ ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ബലഹീനതയ്ക്ക് മുറിവേൽക്കുന്നത് നമ്മുടെ വചനത്തിന്, അല്ലെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് അല്ലെ കുത്തലുണ്ടാകുന്നത്. അല്ലെ മൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ പറഞ്ഞല്ലോ, അവൻ വഴിയിൽ വെച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രസംഗം എന്ന് പറയുന്ന തിരുവഴുത്തുകളെ തെളിയിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത് ശുദ്ധീകരണം അത് സാധ്യമാകുന്നത് ദൈവത്തിന്റെ സ്പർശനത്താൽ. രണ്ടാമത് ശുദ്ധീകരണം നടക്കുന്നത് ദൈവവചനത്താൽ. ദൈവത്തിന് സ്തോത്രം. അതും തീർന്നില്ല. ഇനി മൂന്നാമത് നമുക്ക് വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 1:7. വായിച്ചോ. ഇനി അടുത്ത വാചകം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മൂന്നാമത് ശുദ്ധീകരിക്കുന്നത് യേശുവിന്റെ രക്തം കൊണ്ടാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നല്ലോ, അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷിവചന നിമിത്തം പിശാചിനെ ജയിച്ചെന്ന് വായിക്കുന്ന പോലെ യേശുവിന്റെ രക്തത്താൽ ഒരു ശുദ്ധീകരണമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ, പ്രാർത്ഥനയ്ക്കായിരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ നമ്മൾ പറയാറുണ്ട്, കർത്താവേ അവിടുത്തെ രക്തം കൊണ്ട് തന്നെ ഒന്ന് എന്ത് ചെയ്യണമേ, ശുദ്ധീകരിക്കണമേ. അവിടുത്തെ രക്തം കൊണ്ട് തന്നെ ഒന്ന് കരുകണമേ. ഈ ഭൂമിയിൽ ചൊരിയപ്പെട്ട
ചിന്തപ്പെട്ടിട്ടുള്ള ഏത് രക്തവും പ്രതികാരത്തിനു വേണ്ടിയാണ് നിലവിളിക്കുന്നത്. ഹാബേലിന്റെ രക്തവും പ്രതികാരത്തിനു വേണ്ടി നിലവിളിക്കുമ്പോൾ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ അടുക്കൽ അത്രയും നാം കടന്നു വന്നത്. ഈ രക്തം നിലവിളിക്കുന്നത് പ്രതികാരത്തിനു വേണ്ടിയല്ല, ഈ രക്തം നിലവിളിക്കുന്നത് പാപക്ഷമയ്ക്ക് വേണ്ടിയാ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വീണ്ടും പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നല്ലോ, അല്ലെ, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഈ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അനുദിന നിമിഷങ്ങളിൽ, ഹല്ലേലൂയ, ഭവനത്തിലായിരിക്കുമ്പോഴും അല്ല വഴി നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഹല്ലേലൂയ വാഹനം ഓടിക്കുമ്പോഴും ഏതവസരങ്ങളിലാണെങ്കിലും ദൈവസന്നിധിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ഭക്തനും ദൈവസന്നിധി പ്രാർത്ഥിക്കണം, ഓരോ ദൈവവൈതലും പ്രാർത്ഥിക്കണം. കർത്താവേ, ഓരോ നിമിഷവും അവിടുത്തെ രക്തത്താലിനെ കഴുകണമേ കഴുകണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് ആ ഒരു കഴുകൽ പ്രാപിപ്പാനിടയായാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. 4 ആ വായിച്ച അധ്യായത്തിന്റെ തന്നെ 9 വാക്യം. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. 4 ഒരു ഏറ്റുപറച്ചിലുകൊണ്ട്, അല്ലെങ്കിൽ പാപങ്ങൾ ഏറ്റുപറയുന്നത് കൊണ്ട് അവൻ നമ്മെ ശുദ്ധീകരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ വാക്കിൽ ഇവിടെ അവസാനിപ്പിക്കട്ടെ. 5 നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ശുദ്ധീകരണ ഹൃദയത്തെ കുറിച്ച്. ഒരു ഹൃദയത്തിന് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. കപടതകൾ നിറഞ്ഞതായ ഹൃദയം, ദോഷമുള്ളത് ഹൃദയം, ഇതാണ് ഒരു സാധാരണ മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്. ഒരു പാപിയുടെ ഹൃദയം എന്ന് പറയുന്നത് അതാണ്. എന്നാൽ വിടുതൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തോട് അടുത്തതായൊരു ദൈവവൈതല ഹൃദയം ഒരു നിർമ്മല ഹൃദയമാണ്. ഹൃദയത്തിന്റെ 5 അവസ്ഥകളെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചു. 1 ക്ഷയിച്ചു പോകുന്ന ഹൃദയം, 2 നിരൂപണങ്ങൾ ഒഴുകുന്ന ഹൃദയം, 3 വ്യസനിക്കുന്ന ഹൃദയം, 4 നിർമ്മല ഹൃദയം, 5 അവസാനമായി ഒരു ശുദ്ധീകരണ ഹൃദയം. ആദ്യത്തെ 2 അനുഭവങ്ങൾ നമുക്ക് ആർക്കും ഉണ്ടാകരുത്. ഹല്ലേലൂയ. അത് വന്നാലും സംഭവിച്ചാലും ഒരു ഏറ്റുപറച്ചിലോടുകൂടെ ഒരു നല്ല ഹൃദയത്തിനു വേണ്ടി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, തലകളെ വണക്കി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഈ മനോഹരമായ പകലിൽ ദൈവസന്നിധിയിൽ കടന്നു വരാൻ കർത്താവ് സഹായിച്ചല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ വിവിധ അവസ്ഥകളെ കുറിച്ച്, ആ ഹൃദയത്തിന്റെ വിവിധ നിലവാരങ്ങളെ കുറിച്ച് കേൾപ്പാനിടയായി. നമുക്കൊന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ഒരു സ്വയപരിശോധന ചെയ്യാം. എന്റെ ഹൃദയം എപ്രകാരമായിരിക്കുന്നു, എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എപ്രകാരം, എന്റെ ഹൃദയത്തിൻ്റെതായ അനുഭവങ്ങളെ പ്രകാരം അതിലേതെങ്കിലും ഒരു മാറ്റം നമുക്ക് ആവശ്യമെങ്കിൽ, ഈ പകൽക്കാലത്തെ വചന ശുശ്രൂഷ നമ്മെ കുറ്റം വിധിക്കുന്നെങ്കിൽ, ഈ പകൽക്കാലം വചനം കേട്ടപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നെങ്കിൽ നമുക്ക് ദൈവത്തോടെ പറയാം, കർത്താവേ, എന്റെ ഹൃദയത്തിന് ഒരു രൂപാന്തരം ആവശ്യമാണ്, ഒരു മാറ്റം ആവശ്യമാണ്, ഒരു പുതുക്കം ആവശ്യമാണ്. ഞാനത് ആഗ്രഹിക്കുന്നു, അതിനായി എന്നെ സമർപ്പിക്കുന്നു എന്ന് ഒന്ന് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്കൊന്ന് തയ്യാറാകാം. എല്ലാ ദൈവമക്കളും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൻ്റെതായ അവസ്ഥകൾക്ക് ഒരു മാറ്റം അനിവാര്യമെങ്കിൽ ദൈവത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി തിരുസന്ധിക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പാരപീഠത്തിൽ പിന്നെയുമായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഹൃദയത്തിന്റെ വിവിധ അനുഭവങ്ങളെ കുറിച്ച് കേൾപ്പാനായിട്ടിടയായി തീർന്നല്ലോ. ഞങ്ങളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു രൂപാന്തരം ഞങ്ങളുടെ ഹൃദയത്തിന്, ഞങ്ങളുടെ ജീവിതത്തിനുണ്ടാകുവാൻ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഒരു ശുദ്ധീകരണ ഹൃദയമുള്ളവരായി, ഒരു നിർമ്മലമായ ഹൃദയമുള്ളവരായി ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങൾക്കെല്ലാം സഹായിക്കണമേ. ഈ വചനത്തിന് മുമ്പിൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ദാഹിക്കുന്ന, ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ദൈവരോട് കരുണ തോന്നണമേ, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കരുണയിൻ സാഗര